പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 88 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: സകലവും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹൻ, ഇത് സർവവും ഏകമായി ഗ്രഹിക്കും. അകമുഖമായി അറിയായിൽ മായയാം വൻപക പലതും ഭ്രമമേകിടുന്നു പാരം. സകലവും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹൻ, ഇത് സർവവും ഏകമായി ഗ്രഹിക്കും. അകമുഖമായി അറിയായിൽ മായയാം വൻപക പലതും ഭ്രമമേകിടുന്നു പാരം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. സകലതും ഉള്ളതു തന്നെ, എല്ലാം ഉണ്മയുള്ളത് തന്നെയാണ്. തത്വചിന്താഗ്രഹൻ, തത്വത്തെ മനനം ചെയ്ത് മനസ്സിലാക്കുന്നവൻ. ഇത് സർവവും, നാമരൂപാത്മകമായ മുഴുവൻ ലോകത്തെയും ഏകമായി ഗ്രഹിക്കും, ഒരേ ഒരു ഉണ്മയായി ഉള്ളറിയും. അകമുഖമായി, ആത്മാഭിമുഖമായി അറിയായിൽ, അറിയാഞ്ഞാൽ മായയാം വൻപക, മായയാകുന്ന വലിയ ശത്രു പലതും നാനത്വബുദ്ധിയെ ഉണർത്തി ഭ്രമമേകിടുന്നു പാരം, വലിയ ഭ്രമം ഉണ്ടാക്കുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. എല്ലാം ഉണ്മയുള്ളത് തന്നെയാണ്. തത്വത്തെ മനനം ചെയ്തു മനസ്സിലാക്കുന്നവൻ നാമരൂപാത്മകമായ മുഴുവൻ ലോകത്തെയും ഒരേ ഒരു ഉണ്മയായി ഉള്ളറിയും. ആത്മാഭിമുഖമായി അറിയാഞ്ഞാൽ മായയാകുന്ന വലിയ ശത്രു നാനത്വ ബുദ്ധിയെ ഉണർത്തി വലിയ ഭ്രമം ഉണ്ടാക്കുന്നു. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. ലോകം മിഥ്യയാണെന്ന് കേൾക്കുമ്പോൾ ആ ദർശനത്തെ ആളുകൾ കൊള്ളരുതാത്തതും ബുദ്ധിശൂന്യമായി കരുതുന്നു. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞപ്പോൾ ലൗകിക ഭോഗികൾ പരമപുച്ഛത്തോടെ അതിനെ വ്യാഖ്യാനിച്ചു. ആചാര്യസ്വാമികൾ ജീവോ ബ്രഹ്മൈവ ന പര എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്. ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്, വേറെ ഒന്നുമല്ല എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞതിൻ്റെ അർത്ഥം. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതെന്നല്ല, സ്വന്തമായി ഉണ്മ ഇല്ലാത്തതും മാറിക്കൊണ്ടിരിക്കുന്നതും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നാമരൂപാത്മകമായ എല്ലാം ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപായം എന്ന നിലയ്ക്ക് മാത്രമാണ് ശങ്കരാചാര്യർ മിഥ്യയായി പറയുന്നത്. ബ്രഹ്മസാക്ഷാത്കൃതന് എല്ലാം ഒരേ ഒരു സത്യം മാത്രം. ആ അർത്ഥത്തിലാണ് ഇവിടെ തൃപാദങ്ങൾ സകലവും ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുന്നത്. ഈ കാണപ്പെടുന്നതെല്ലാം ഉള്ളത് തന്നെ, ഇല്ലാത്തത് അല്ല. എന്നാൽ അവയെല്ലാം വേറെ വേറെ ഉള്ളതല്ല, എല്ലാറ്റിനും കൂടി ഒറ്റ ഉണ്മയേ ഉള്ളൂ. അങ്ങനെ സർവത്തിൻ്റെയും ഉണ്മ ഒന്നാണെന്ന് അനുഭവിച്ചറിയുന്ന ആളെയാണ് തത്വചിന്താഗ്രഹൻ എന്ന് വിളിക്കുന്നത്. നാം തത്വചിന്താഗ്രഹനായതിനു ശേഷം ഈ ലോകത്തിൽ എന്തു വേണമെങ്കിലും ഭുജിച്ചുകൊള്ളൂ, ബന്ധനം ഉണ്ടാവുകയില്ല. ഒന്നായി അറിയാതെ സകലവും ഉള്ളത് തന്നെ എന്ന് വിചാരിച്ച് ലോകഭോജ്യങ്ങളെ ഉണ്ണാൻ പോയാൽ അവ ഭോക്താവിനെ കെണിയിൽ വീഴ്ത്തും. ഈ കെണി ഒരുക്കി വച്ചിരിക്കുന്നതോ മായയാകുന്ന വൻ പകയാണ്. നിങ്ങളിൽ ഒരു ശത്രു നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ഏതോ ഒരു തെറ്റിന് പക വീട്ടാനുള്ള ശ്രമത്തിലാണ്. അത് നിഷേധാത്മകമായ രീതിയിൽ നിങ്ങളുടെ കർമ്മങ്ങളെ വികലമാക്കുന്നത്. വേദാന്തത്തിൽ മാത്രമല്ല മായയുള്ളത്, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്മയെ ഒന്നായി ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. നിഷേധാത്മകമായ മായ വന്നാൽ നാനത്വ ബുദ്ധിയാണ് പിന്നെ പ്രവർത്തിക്കുക. പല പല രസങ്ങളും പല പല താല്പര്യങ്ങളും വിരോധവും വെറുപ്പും എല്ലാം കൂടി കലർന്ന് മനുഷ്യജീവിതം താറുമാറാകും.
അതുകൊണ്ടാണ് ആത്മാവിനെ അകമുഖമായി അറിയേണ്ടി വരുന്നത്. അകമുഖമായി അറിയുന്നത് ഒരേ അറിവ് തന്നെയാണ്. ഏകാഗ്ര ബുദ്ധിയിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അതിനാൽ ഈ വിശ്വം മുഴുവനും ഒന്നായി അറിയുക, ഒന്നായി കരുതി ആനന്ദിക്കുക. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, 88-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓ